Hello dear students, next we are going to learn the next theorem from third module. The theorem states that any connected graph with n vertices and n minus 1 edges is a tree. Any connected graph G with n vertices and n minus 1 edges is a tree. Okay, നമ്മൾ തേർഡ് മൊഡ്യൂളിൽ ഒരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു, എ ട്രീം വിത്ത് തിയറം നമ്പർ 3.3. എ ട്രീ വിത്ത് n vertices ഹാസ് n മൈനസ് 1 എഡ്ജസ്. അതിൻ്റെ കോൺവേഴ്സ് തിയറമാണിത്. സോ ഒരു കണക്റ്റഡ് ഗ്രാഫിൽ n verticesഉം n മൈനസ് 1 എഡ്ജസും ഉണ്ടെങ്കിൽ ദാറ്റ് കണക്റ്റഡ് ഗ്രാഫ് ഒരു ട്രീ ആയിരിക്കും. ഓക്കെ, സോ സപ്പോസ് we have a graph G and it is a connected which consists of n vertices and n minus 1 edges. And we need to prove that graph G is a tree. That means we need to prove G consists of no circuits. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ട്രീ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, ഒരു ഗ്രാഫ് ട്രീ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പറയുന്നത് ആ ഗ്രാഫിൽ സർക്യൂട്ട്സ് ഇല്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഫോർ ദാറ്റ് വി ഹാവ് ടു അസ്യൂം ദാറ്റ് ഇഫ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സർക്യൂട്ട്സ്. ആ ഒരു രീതിയിലാണ് പ്രൂവ് ചെയ്യുന്നത്. സോ നമ്മുടെ കയ്യിലൊരു ഗ്രാഫ് ഉണ്ട് G, അതിൽ n വേർട്ടിസസും n മൈനസ് 1 എഡ്ജസും ഉണ്ട്. നമുക്കതിനെ ട്രീ ആണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നോ സർക്യൂട്ട്സ്. സോ അതിനു വേണ്ടി നമ്മൾ അതിൽ സർക്യൂട്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു കേസ് നമ്മൾ ആലോചിക്കും. സപ്പോസ് ദാറ്റ് ഗ്രാഫ് G കൺസിസ്റ്റ് ഓഫ് എ സർക്യൂട്ട്സ്. വി നോ ദാറ്റ് ഒരു സർക്യൂട്ടിൽ നമ്മളൊരു എഡ്ജ് റിമൂവ് ചെയ്താൽ, സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കണക്റ്റഡ് വൺ. ദാറ്റ് മീൻസ് എനി പെയർ ഓഫ് വേർട്ടിസസിനിടയ്ക്ക് ഒരു പാത്ത് എന്തായാലും ഷുവറായിട്ടും കാണും. ആ സർക്യൂട്ടിൽ നിന്ന് നമ്മളൊരു എഡ്ജ് റിമൂവ് ചെയ്താൽ അത് എഗെയിൻ കണക്റ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഇതൊരു സർക്യൂട്ടാണ്. ഇതിൽ നിന്ന് നമ്മൾ ടോപ്പ് എഡ്ജ് റിമൂവ് ചെയ്താൽ അതെന്താവും, ഒരു എഡ്ജ് കുറയുമെങ്കിലും നമ്പർ ഓഫ് വേർട്ടിസസ് സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് ഫസ്റ്റ് വേർട്ടിസസിൽ ഫസ്റ്റ് നമ്പർ ഓഫ് വേർട്ടിസസ് 4 ആയിരുന്നു. സെക്കൻഡ് വണ്ണിൽ ഒരു എഡ്ജ് റിമൂവ് ആയെങ്കിൽ നമ്പർ ഓഫ് വേർട്ടിസസ് 4 തന്നെയാണ്. ബട്ട് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഓൾസോ കണക്റ്റഡും ആണ്. അല്ലേ, ഏത് പെയർ ഓഫ് വേർട്ടിസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പാത്ത് അവിടെ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇപ്പം നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് ലെറ്റ് വി ഹാവ് എ സർക്യൂട്ട് ഇൻ ദ G and C be the circuit and E be an edge of C. ആ സർക്യൂട്ടിലൊരു എഡ്ജാണ് E. ഇഫ് വി റിമൂവ് ദാറ്റ് എഡ്ജ് E ഫ്രം G, നമ്മൾ ആ എഡ്ജ് E ജിയിൽ നിന്ന് റിമൂവ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളിനെ ബേസ് ചെയ്ത്, ഇഫ് വി റിമൂവ് ആൻ എഡ്ജ് ഫ്രം ഇഫ് വി റിമൂവ് ആൻ എഡ്ജ് E ഫ്രം സർക്യൂട്ട്, again it will be a connected one. So if we remove the edge E from G, then G is also or again a connected graph with n vertices. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ കയ്യിലൊരു ഗ്രാഫ് ഉണ്ട് വിച്ച് കൺസിസ്റ്റ് ഓഫ് n vertices and n minus 1 edges. നമുക്കതിനെ ട്രീ ആണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് നോ സർക്യൂട്ട്സ് എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സർക്യൂട്ട്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുവാണ്. C be the circuit and E be the edge in the circuit and we remove E from the circuit. ഓക്കെ, നമ്മൾ ആ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ വീണ്ടും G എന്ന് പറയുന്ന ഒരു കണക്റ്റഡ് തന്നെയായിരിക്കും. നമ്പർ ഓഫ് വേർട്ടിസസും n തന്നെയായിരിക്കും. ബട്ട് ദ നമ്പർ ഓഫ് എഡ്ജസ് വിൽ ബി ഒന്ന് കുറഞ്ഞു. ദാറ്റ് മീൻസ് n മൈനസ് 1 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു n മൈനസ് 2. n മൈനസ് 2 എഡ്ജസ് ആയി. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കണക്റ്റഡ് ഗ്രാഫിൽ n വേർട്ടിസസും n മൈനസ് 1 എഡ്ജസും ആണ് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ വിച്ച് ഓൾവേസ് കൺസിസ്റ്റ് ഓഫ് n വേർട്ടിസസ് ആൻഡ് n മൈനസ് 1 എഡ്ജസ് എന്നായിരുന്നു നമ്മൾ ആദ്യമേ സ്റ്റേറ്റ് ചെയ്തത്. ബട്ട് ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യാൻ ഒരു സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ടിൽ നിന്നൊരു എഡ്ജ് റിമൂവ് ചെയ്താൽ വീണ്ടും കണക്റ്റഡ് ഗ്രാഫ് തന്നെയാണ്. പക്ഷേ നമ്പർ ഓഫ് എഡ്ജസ് എടുക്കുമ്പോൾ n മൈനസ് 2 വരത്തുള്ളൂ, n മൈനസ് 1 അല്ല വന്നു. ദാറ്റ് മീൻസ് അവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നു. അതായത് നമ്മുടെ അസംഷൻ റോങ് ആണ്. ദാറ്റ് മീൻസ് സർക്യൂട്ട്സ് ഇല്ല. അതിനർത്ഥം എന്താ, n മൈനസ് 1 എഡ്ജസ് തന്നെയായിരിക്കും. അതിനകത്ത് അതൊരു ട്രീയും ആയിരിക്കും. ഓക്കെ, സർക്യൂട്ട്സ് ഇല്ല മീൻസ് ഒരു കണക്റ്റഡ് ഗ്രാഫിൽ സർക്യൂട്ട്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അതൊരു ട്രീ എന്നാണ്. ഓക്കെ, so this is a contradiction to our assumption. G has no circuits and hence G is a true tree with n vertices and n minus 1 edges. Then the next topic is minimally connected graph. Minimally connected graph means a connected graph G is said to be minimally connected if the removal of any one edge from it will disconnect the graph. That is, G is minimally disconnected if G minus C is disconnected for all E.
നമ്മളൊരു ഗ്രാഫ് എടുത്താൽ ആ ഗ്രാഫിൽ നിന്ന് ഏതെങ്കിലും ഒരു എഡ്ജ്, ഒരു കണക്റ്റഡ് ഗ്രാഫ് എടുക്കുമ്പോൾ ആ കണക്റ്റഡ് ഗ്രാഫിൽ ഏതെങ്കിലും ഒരു എഡ്ജ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആവും. അങ്ങനെയുള്ള ഗ്രാഫിനെയാണ് നമ്മൾ മിനിമലി കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലൊരു ഗ്രാഫുണ്ട്, ആ ഗ്രാഫിൽ ഏതെങ്കിലും ഒരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയിപ്പോവും. സോ ഇറ്റ് ഈസ് കോൾഡ് എ മിനിമലി കണക്റ്റഡ് ഗ്രാഫ്. സോ ഇൻ ദ ഗിവൻ എക്സാമ്പിൾ, ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ വി ഹാവ് എ ഗ്രാഫ്, ദെൻ വി റിമൂവ് ആൻ എഡ്ജ് ഇ റിമൂവ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് or if we get two disconnected graph. The first one is this component and the next one is the component 2. അതായത് രണ്ട് കമ്പോണൻസ് ഉള്ള ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ് കിട്ടിയത്. ഇതിൽ ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ ഈ എഡ്ജും ഫസ്റ്റ് കമ്പോണൻറ്റ് ഈ വെർട്ടെക്സും സെക്കൻഡ് കമ്പോണൻറ്റ് ഈ വെർട്ടെക്സും തമ്മിൽ ഒരു പാത്ത് അല്ലെങ്കിൽ എഡ്ജില്ല. സോ അത് ഡിസ്കണക്റ്റഡ് ആയി. സോ ഹിയർ G is minimally connected as G minus C is disconnected. ഇനി താഴെയുള്ള ഗ്രാഫ് നോക്കി, അതിൽ G ഒരു സർക്യൂട്ടാണ്, അതിലൊരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്താലും അവിടെ ഡിസ്കണക്റ്റഡ് ആവുന്നത് കണക്റ്റഡ് തന്നെയായിരിക്കും. സോ ഹിയർ G is a not minimally connected graph as G minus C is not disconnected. അതായത് നമ്മൾ താഴെ സെക്കൻഡ് എക്സാമ്പിളിനകത്ത് ഒരു എഡ്ജ് റിമൂവ് ചെയ്തപ്പോൾ അത് ഡിസ്കണക്റ്റഡ് ആവാത്തത് കൊണ്ട് അത് മിനിമലി കണക്റ്റഡ് അല്ല. Okay, so minimally connected graph means ഒരു ഗ്രാഫിൽ നിന്ന് if you remove an edge it becomes disconnected and that graph is called minimally connected graph. Okay, then the next theorem is a graph is a tree if and only if it is minimally connected. A graph is a tree if and only if it is minimally connected. അപ്പോൾ നമ്മൾ പല പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് തിയറം എന്ന് പറഞ്ഞ ഒരു ഗ്രാഫ് ട്രീ ആവണം, അല്ലെങ്കിൽ ട്രീ എടുക്കുവാണെങ്കിൽ ഏത് പെയർ ഓഫ് വേർട്ടിസസിനിടയ്ക്ക് ഒരൊറ്റ പാത്തേ കാണത്തുള്ളൂ. അതായത് ഫസ്റ്റ് 2 തിയറത്തിൽ നമ്മൾ പഠിച്ച ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ട്രീ വിച്ച് കൺസിസ്റ്റ് ഓഫ് n വേർട്ടിസസ് ഹാവിങ് n-1 എഡ്ജസ്. തേർഡ് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞത് ഒരു ഗ്രാഫിൽ അറ്റ്ലീസ്റ്റ് 2 or more pendant vertices, അറ്റ്ലീസ്റ്റ് 2 pendant vertices എന്തായാലും കാണും. ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഗ്രാഫ് ട്രീ ആവണമെങ്കിൽ അത് മിനിമലി കണക്റ്റഡ് ആയിരിക്കണം. ഒരു ഗ്രാഫ് ട്രീ ആകണമെങ്കിൽ അത് മിനിമലി കണക്റ്റഡ് ആയിരിക്കണം. മീൻസ് ആ ഗ്രാഫിൽ ഏതെങ്കിലും ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്കണക്റ്റഡ് ആയിരിക്കണം. സോ ഫസ്റ്റ് പ്രൂഫ്, ഫസ്റ്റ് നമ്മൾ പറയാണ് വി ഹാവ് എ ട്രീ. നമ്മുടെ കയ്യിലൊരു ട്രീ ഉണ്ട് and tree means it has no circuits and we need to prove that T is a minimally connected one. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മളിത് രണ്ട് രീതിയിൽ പ്രൂവ് ചെയ്യും, കോൺവേഴ്സും കൂടെ എടുത്തിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ കയ്യിലൊരു ട്രീ ഉണ്ട് which consists of no circuits, then we are removing an edge from that tree. Suppose we take an edge E which is equal to VI VJ എന്ന് പറഞ്ഞാൽ രണ്ട് വേർട്ടിസസിനിടയ്ക്കുള്ള എഡ്ജാണ് EK. നമുക്കറിയാം ഇൻ ദ കേസ് ഓഫ് എ ട്രീ only one path exists between a pair of vertices. Here നമ്മൾ രണ്ട് വേർട്ടിസസ് ഇട്ടു VA and VJ, ദാറ്റ്സ് എൻഡ് വേർട്ടിസസ്. ദാറ്റ് മീൻസ് എൻഡ് വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിനിടയ്ക്ക് ഒരു എഡ്ജ് കാണും. ഓക്കെ, ഒരു എഡ്ജ് കാണും EK എന്ന് പറഞ്ഞൊരു എഡ്ജ്. ആ രണ്ട് വേർട്ടിസസിനിടയ്ക്ക് ആ ഒരൊറ്റ എഡ്ജ് മാത്രമേ കാണത്തുള്ളൂ. ദാറ്റ് മീൻസ് ആ എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫ് അങ്ങ് ഡിസ്കണക്റ്റഡ് ആയിപ്പോവും. ഓക്കെ, സോ കൺസിഡർ ആൻ എഡ്ജ് EK and as T is a tree, EK is the only one path joining the vertices VA and VJ and T minus EK is disconnected. അതായത് ആ ഗ്രാഫിൽ നിന്ന് നമ്മൾ EK റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആവും. അതിനർത്ഥം ട്രീ എന്ന് പറഞ്ഞൊരു മിനിമലി കണക്റ്റഡ് ആണ്. മനസ്സിലായി? നമ്മുടെ കയ്യിലൊരു ട്രീ ഉണ്ടായിരുന്നു, ആ ട്രീയിൽ ഒരു എഡ്ജ് എടുത്തു. ആ എഡ്ജ് എന്ന് പറയുന്നത് രണ്ട് വേർട്ടിസസിനിടയ്ക്കുള്ള only one പാത്ത് ആയിരുന്നു. ആ എഡ്ജിനെ നമ്മൾ റിമൂവ് ചെയ്തപ്പോൾ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി, വിച്ച് മീൻസ് T ഈസ് എ മിനിമലി കണക്റ്റഡ്. ഓക്കെ, ഇനി അതിൻ്റെ കോൺവേഴ്സാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ട്രീ എന്ന് പറഞ്ഞ് മിനിമലി കണക്റ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് മിനിമലി കണക്റ്റഡ് ഗ്രാഫ് എപ്പോഴും ഒരു ട്രീ ആയിരിക്കും. മിനിമലി കണക്റ്റഡ് ഗ്രാഫ്സ് എല്ലാം ട്രീ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സപ്പോസ് വി ഹാവ് ടു അസ്യൂം ദാറ്റ് വി ഹാവ് എ മിനിമലി കണക്റ്റഡ് ഗ്രാഫ് T. നമ്മുടെ കയ്യിലൊരു മിനിമലി കണക്റ്റഡ് ഗ്രാഫ് ഉണ്ട് T. അതിനെ നമുക്ക് ട്രീ ആണെന്ന് പ്രൂവ് ചെയ്യണം. ട്രീ ആണെന്ന് പ്രൂവ് ചെയ്യണം മീൻസ് അതിനകത്ത് സർക്യൂട്ട്സ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. സോ ടു പ്രൂവ് T ഈസ് എ ട്രീ, ദാറ്റ് ഈസ് മിനിമലി കണക്റ്റഡ് ഗ്രാഫ് ആയിട്ടുള്ള ട്രീ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു പ്രൂവ് ദാറ്റ് ദ T കൺസിസ്റ്റ് ഓഫ് നോ സർക്യൂട്ട്സ്. സോ അതിനുവേണ്ടി നമ്മൾ എങ്ങനെയായിരിക്കും പ്രൂവ് ചെയ്യുന്നത്? ആ ട്രീയിൽ ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ എന്നുള്ളൊരു സിറ്റുവേഷൻ
എടുക്കുക. സപ്പോസ് വി അസ്യൂം ദാറ്റ് ടി ഹാസ് എ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുവാണ് നമ്മുടെ കയ്യിലൊരു ട്രീ ഉണ്ട്, നമ്മുടെ കയ്യിലൊരു ഗ്രാഫ് ഉണ്ട് ടി and which is minimally connected, and we have to assume that it consists of a circuit. ഓക്കെ, അപ്പോൾ നമ്മൾ മിനിമലി കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിനകത്തുനിന്ന് ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്കണക്റ്റഡ് ആവുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇതിനകത്തൊരു സർക്യൂട്ട് ഉണ്ട്. ലെറ്റ് സി ബി ദ സർക്യൂട്ട് ആൻഡ് ഇ ബി ആൻഡ് എഡ്ജ് ഓഫ് ദ സർക്യൂട്ട്. നമ്മുടെ കയ്യിലൊരു സർക്യൂട്ട് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അതായത് നമ്മുടെ കയ്യിലുള്ള മിനിമലി കണക്റ്റഡ് ഗ്രാഫ് ട്രീ അല്ല, നമ്മുടെ കയ്യിലുള്ള മിനിമലി കണക്റ്റഡ് ഗ്രാഫ് ടിയിൽ ഒരു സർക്യൂട്ട് ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. സർക്യൂട്ട് ഉണ്ട് സി ആൻഡ് ഇ ബി ആൻ എഡ്ജ് ഓഫ് സി ആൻഡ് വി ആർ റിമൂവിങ് ദാറ്റ് പാർട്ടിക്കുലർ എഡ്ജ് ഇ ഫ്രം സി. അപ്പോൾ നമ്മൾ ഒരു സർക്യൂട്ടിൽ നിന്ന് എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, അത് എഗെയിൻ ഒരു കണക്റ്റഡ് ഗ്രാഫ് ആവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്യുകയാണ് നമ്മുടെ കയ്യിലൊരു സർക്യൂട്ട് ഉണ്ട്, അതിനകത്തൊരു എഡ്ജ് റിമൂവ് ചെയ്യണം. എഡ്ജ് റിമൂവ് ചെയ്താൽ അത് വീണ്ടും കണക്റ്റഡ് ആയിരിക്കും. ബട്ട് നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഗ്രാഫ് ടി എന്ന് പറഞ്ഞ മിനിമലി കണക്റ്റഡാണ്. മിനിമലി കണക്റ്റഡിൽ നിന്നൊരു എഡ്ജ് റിമൂവ് ചെയ്താൽ അത് ഡിസ്കണക്റ്റഡ് ആവത്തുള്ളൂ. നമ്മൾ അസ്യൂം ചെയ്തത് സർക്യൂട്ട് ഉണ്ടെന്നാണ്. സർക്യൂട്ടിൽ നിന്ന് എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും കണക്റ്റഡ് ആവത്തേ ഉള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ അസ്യൂം ചെയ്തത് റോങ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് കോൺവേഴ്സിൽ നമ്മുടെ കയ്യിലൊരു മിനിമലി കണക്റ്റഡ് ഗ്രാഫ് ഉണ്ട്. മിനിമലി കണക്റ്റഡ് ഗ്രാഫ് മീൻസ് അതിൽ നിന്ന് എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ അത് ഡിസ്കണക്റ്റ് ആവുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ അസ്യൂം ചെയ്യണം അതിലൊരു സർക്യൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു എഡ്ജ് റിമൂവ് ചെയ്താലും അത് കണക്റ്റഡ് ആവത്തതേ ഉള്ളൂ. മിനിമലി കണക്റ്റഡ് ഒരിക്കലും എഡ്ജ് റിമൂവ് ചെയ്താൽ കണക്റ്റഡ് ആവത്തില്ല. അതിനർത്ഥം നമ്മൾ സർക്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ അസംഷൻ ഇവിടെ റോങ് ആണ്. ദാറ്റ് മീൻസ് അതിനകത്ത് സർക്യൂട്ട് ഇല്ല. ആ മിനിമലി കണക്റ്റഡ് ഗ്രാഫ് എന്ത് തന്നെയായിരിക്കും, ട്രീ തന്നെ ആയിരിക്കും. ഓക്കെ, so here if we consider a circuit and let ek be an edge of the circuit, then t minus ek also be connected graph, which is a contradiction to our assumption. That means t has no circuits and t is a tree. Okay, thank you.